നമസ്കാരം. സുനിത കുക്ക് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു കുറുമ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം, പുട്ട്, ഇടിയപ്പം, ദോശ ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതെ ഒരു കുക്കറിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിനു വേണ്ടി ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഒരു 2 ബേ ലീഫ്, ഒരു 2-3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികളാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് സവോള, ഒരു സവോള ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്ന പച്ചക്കറികൾ ക്യാരറ്റ്, ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും അതുപോലെ എടുക്കാം. ബീൻസ്, കോളിഫ്ലവർ ഒക്കെ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് നീളത്തിലല്ല, ഇതുപോലെ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 4-5 പച്ചമുളക് അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ സൈസ് കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ഇത്രയും കൂടെ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതയണം കേട്ടോ, അരയണ്ട, നല്ലതുപോലെ ചതച്ചെടുക്കണം. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ടേസ്റ്റിന്, ഇപ്പം പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ കുറച്ച് ഇഷ്ടമെന്നുള്ളവർക്ക് കുറച്ചധികം ചേർക്കാം. പച്ചമുളക് എരിവ് ഒരുപാട് ആവശ്യം ഉണ്ടെന്നുള്ളവർക്ക് അത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ. അല്ല പ്രത്യേക ഒരളവ് ഇതിനില്ല. ഇതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു. പക്ഷെ നമ്മൾ ഈ ചതച്ച് ചേർത്ത മസാലയുണ്ടല്ലോ, അത് നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഇല്ലെങ്കിൽ അതിൻ്റെ പച്ച ചുവ നല്ലതുപോലെ ഉണ്ടാവും, കറിക്ക് യാതൊരു ടേസ്റ്റും ഉണ്ടാകില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇതാ ഒരു 3/4 പിടി തേങ്ങ, ഒരു 4-5 കശുവണ്ടി, ഇത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഞാൻ. പിന്നെ അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കില്ല, ഇത് രണ്ടും ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം അതങ്ങ് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്നുകൂടി അങ്ങ് ഇളക്കി യോജിപ്പിച്ചു. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. കുക്കർ 2 വിസിൽ വന്നു. അപ്പം തുറന്ന് ഇളക്കി നോക്കുകയാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്ന കശുവണ്ടിയും തേങ്ങയില്ലേ, അതിൻ്റെ കൂടെ ഒരു സ്വല്പം പെരുജീരകം കൂടെ അരച്ചിട്ടുണ്ടായിരുന്നേ, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തു. പെരുജീരകം വളരെ കുറച്ചൊരു നുള്ള് അരച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ്.
പിന്നെ നമ്മുടെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇത് കുറുകി വരും കേട്ടോ, കാരണം നമ്മൾ കശുവണ്ടിയൊക്കെ അരച്ചിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് ഒരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി കുറച്ച് ഗരം മസാല ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയുടെ തൂവി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. ടാറ്റാ.